എല്ലാവർക്കും നമസ്കാരം. ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ വീഡിയോസൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാതിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം, സെപ്റ്റംബർ മാസത്തിലെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷനാണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞതുപോലെ 2 ഗഡു തുക 2 തവണയായിട്ട്, ചില ആളുകൾക്ക് ഒരു തവണയായിട്ടും മറ്റുള്ള പല ആളുകൾക്കും 2 തവണയൊക്കെ ആയിട്ടാണ് തുക ലഭിച്ചത്. ഇത് തന്നെയായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു അത്. ഈ കുടിശ്ശിക ഇനത്തിൽ ഇനി ലഭിക്കാനുള്ളത് 1 മാസത്തെ തുക മാത്രമാണ്. പക്ഷേ ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് കെട്ടിട ക്ഷേമനിധിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. 18 മാസമായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. എന്തുതന്നെയായാലും അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പല ആളുകളും നമ്മളെ വിളിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ. എന്തുതന്നെയായാലും അവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷനൊക്കെ കൈപ്പറ്റേണ്ട ആളുകളാണ് എന്നുള്ള കാര്യം അധികാരികൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കുന്നത് നല്ലതാണ്. വരുന്ന ഇലക്ഷനും ഒന്ന് മുൻകൂട്ടി കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് നമുക്ക് ഓർപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മാസത്തെ, അതായത് സെപ്റ്റംബർ മാസത്തിലെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കിട്ടുമെന്നൊക്കെ പല ആളുകളും പറയുന്നു. പ്രത്യേകിച്ച് കുടിശ്ശികയുള്ള 1 ഗഡു കൂടി വിതരണം ചെയ്താൽ 2 ഗഡു തുക കൂടി ഒരുമിച്ച് വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മാസാമാസമുള്ള തുക വിതരണം ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലുള്ള പരാതികൾ ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഓർക്കുക, ഈ ഒരു മാസം 1 മാസത്തെ തുക, അതായത് സെപ്റ്റംബർ മാസത്തിൽ ഈ 1 മാസത്തെ തുക മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. കുടിശ്ശികയുള്ള തുക ഈ ഒരു സാമ്പത്തിക വർഷം അവസാനത്തോടു കൂടി മാത്രം പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടാകൂ എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരുന്നതുമാണ്. ഇതുതന്നെയായാലും ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകും, അതിലൊന്നും മാറ്റം ഉണ്ടാകുകയില്ല. പക്ഷേ കുടിശ്ശികയുള്ള 1 ഗഡു തുക അത് ലഭിക്കാൻ കുറച്ച് താമസമെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല, ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള നടപടികളൊക്കെയാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കറക്റ്റായിട്ട് അതിന് അർഹതയുള്ള ആളുകളാണോ എന്നുള്ള രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ വരുന്നതോടൊക്കെ അനുബന്ധിച്ച് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു അറിയിപ്പ് തന്നെ നമുക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഒരു 1700 രൂപയിലേക്ക് ആക്കിയില്ലെങ്കിൽ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞ വാക്കുകൊണ്ട് എന്തെങ്കിലും കുറച്ചൊന്ന് മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ തന്നെയായാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക.